Hello friends, welcome to dhruvdev world Malayalam recipes. ഇന്നിവിടെ ഞാൻ നല്ല നുറുക്ക് ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വേവിക്കാമെന്നും അതുപോലെ തന്നെ ഈ പായസം ടേസ്റ്റ് കൂട്ടാനുള്ള കുറേ ടിപ്സും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. ഇനിയും കഴിക്കത്ത് ഒരു 4 കപ്പ്. താങ്ക് യു. അപ്പം പായസം സൂപ്പറാണ്. ഹാപ്പി ഓണം പറഞ്ഞേക്കൂ. ഹാപ്പി ഓണം. നിങ്ങൾക്ക് കർണാടിക് വോക്കലും മൃദംഗവും ശാസ്ത്രീയമായി ഓൺലൈനായി അഭ്യസിക്കണോ? RLB കോളേജ് റാങ്ക് ഹോൾഡറും ഓൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റുമായ ശ്രീ അഭിലാഷ് P. ഗോപിനാഥ് സാറിനെ ബന്ധപ്പെടൂ. അദ്ദേഹത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ സദ്യ വിഭവങ്ങളുടെയും വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. ഇതാണ് നിറപ്പറണ്ട ബ്രോക്കൻ സുച്ചിട്ട്. ഇത് വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് തുടങ്ങാം. പായസം ഇഷ്ടല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാവർക്കും ഒരാൾക്ക് പറയണം, ഒരാൾക്ക് വീഡിയോയിൽ വരണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെയും കൂടി കൂട്ടിയത് ഇൻട്രോയില്. ഇവിടെ നിറപറയുടെ ബ്രോക്കൺ സൂചി വീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതെന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നോക്കിയ ബ്രാൻഡുകളിൽ ഇതാണ് കുറച്ച് കൂടുതൽ വലിപ്പം തോന്നിയ ഒരു നുറുക്ക് ഗോതമ്പായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് നല്ലതാണ് താനും പായസമൊക്കെ വെക്കണേന്. നമ്മൾ മിക്കവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതത്ര സേഫ് അല്ല. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് വലിപ്പം കൂടിയ നുറുക്ക് ഗോതമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അത് ഇപ്പോൾ പ്രഷർ കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിനോടൊപ്പം തന്നെ. അത് വളരെ എളുപ്പത്തിൽ തന്നെ അതും ഉണ്ടാക്കാൻ പറ്റും. പൊതുവെ ഈ നുറുക്ക് ഗോതമ്പ് പായസം വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായി തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ 1 കപ്പ് സൂചി ഗോതമ്പാണ് എടുക്കുന്നത്. ഇത് എന്നിട്ട് നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാം. നമ്മൾ അരിയൊക്കെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ കുതിർത്ത് വെക്കില്ല, അപ്പൊ പെട്ടെന്ന് അത് വേവാൻ സഹായിക്കും. അപ്പൊ ഞാനിവിടെ ഒരു 3 മണിക്കൂർ ഇത് കുതിർത്ത് വെക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്ത് ഇതുപോലെ 1 കപ്പ് എടുത്തിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കുകയാണ്. അത് കുതിർക്കാൻ വെക്കുകയാണ്. ഇതൊരു 2 കപ്പ്, ഇപ്പൊ നമ്മൾ ഏത് കപ്പിലാണോ ഈ നുറുക്ക് ഗോതമ്പ് എടുത്ത് അതിന്റെ അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് കുതിർക്കാൻ വെക്കുകയാണ്. നമ്മൾ പ്രഷർ കുക്കറിൽ ആണ് വേവിക്കണമെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം. കാരണം അധികം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചീറ്റിപ്പോകും, പുറത്തേക്ക് കൂടുതലായിട്ട് ചീറ്റിപ്പോകും. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ വേവിക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം, കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി വേവിക്കണ സമയത്ത്. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ. ഇപ്പൊ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു 2-3 മണിക്കൂർ പറ്റുന്ന പോലെ വയ്ക്കാം. ഇവിടെ അപ്പോൾ 3 അച്ച് ശർക്കര ഞാൻ എടുത്ത് ഉരുക്കുകയാണ്. അപ്പോൾ ഇത് മധുരം ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ 3 അച്ച് ശർക്കര കണ്ടില്ലേ, ഇവിടെ കുറച്ച് എന്തോ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. അപ്പൊ ജസ്റ്റ് ഇത് ഉരുകി വരുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. കാരണം ഇത് നൂൽപരുവത്തിൽ പാവ് കാച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മളിത് നുറുക്ക് ഗോതമ്പിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാൻ പാകത്തിന് ഇതൊന്ന് ഉരുക്കി കിട്ടണം, അത്രയേ ഉള്ളൂ. ഈ പരിവാകുമ്പോൾ നമുക്കിത് ഇപ്പോൾ ശർക്കരയൊക്കെ എല്ലാം ഉരുകി കഴിഞ്ഞു. നമുക്കിതൊന്ന് തണുത്ത ശേഷം ഇത് അരിച്ച് മാറ്റി വെച്ചേക്കാം. അപ്പോഴേക്കും നമ്മുടെ നുറുക്ക് ഗോതമ്പ് വേവണം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് നോക്കാം ഇത് എന്തായി. കണ്ടല്ലേ, ഇത് ഇത്രയും പൊങ്ങി വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്കിത് വേവിച്ചെടുക്കണം ഇനി. അപ്പൊ ഞാനിവിടെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കുതിർത്തത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. 2 കപ്പ് വെള്ളത്തിലാണല്ലോ കുതിർക്കാൻ വെച്ചത്. ആ വെള്ളം അടക്കാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം കൂടി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെന്ത് വരുമ്പോൾ അറിയാൻ പറ്റും വെള്ളം വേണോ ഇല്ലയോ എന്ന്. അപ്പോൾ വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വേവുകയാണെങ്കിൽ നമ്മൾ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വേവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും വെള്ളം തന്നെ ധാരാളം മതിയാവും. പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു 2-3 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോഴേക്കും ആവും കേട്ടോ. പക്ഷെ ഇത് ചെറിയ നുറുക്ക് ഗോതമ്പാകുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതാകുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ.
നമുക്ക് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു 3 മണിക്കൂറൊക്കെ കുതിർക്കിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമുക്ക് ടെൻഷനും വേണ്ട പ്രഷർ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ഞാൻ പറഞ്ഞ പോലെ 2 or 3 വിസിൽ നുറുക്ക് ഗോതമ്പ് അനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും കേട്ടോ വേവ്, നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്ക് ഇതിലോട്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 അച്ച് ശർക്കര ഇട്ടിട്ട് പാവ് കാച്ചിയിട്ടില്ല, ഉരുക്കിയിട്ട് അത് എടുത്ത് വച്ചിരിക്കണതാണ്, അരിച്ചു വച്ചിരിക്കണതാണ്, അത് ചേർക്കുകയാണ് ഇതിലോട്ട്. വളരെ എളുപ്പമാണ്. നമുക്ക് നുറുക്ക് ഗോതമ്പ് വേവിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പമായിട്ട് ഇതൊക്കെ ഓരോന്നും ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ ആ ശർക്കര ഇതിലോട്ട് ആ നുറുക്ക് ഗോതമ്പിലോട്ട് നന്നായിട്ട് പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 8 മിനിറ്റ് വേവിക്കണം. 8 or 10 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി അടിയിൽ, അതാണ് അടി കട്ടിയുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഉരുളിയിലോ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ സ്വാദ് കൂട്ടാനുള്ള ടിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു നുള്ള് ശർക്കര പായസത്തിൽ ഒരു നുള്ള് ഉപ്പിട്ടോ, കൂടുതലൊന്നും വേണ്ട, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഒപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ നല്ല നാടൻ നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. ഇങ്ങനെ ഇളക്കുക. ഞാൻ എൻ്റെ പാലട പായസം, ഇൻസ്റ്റൻറ്റ് പാലട പായസത്തിലൊക്കെ പറയുന്നുണ്ട്, ഇടയ്ക്ക് ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ കുറുക്കിയെടുക്കുമ്പോൾ ആ ടേസ്റ്റ് അതൊന്ന് വേറെ ലെവൽ തന്നെയാണ്. പക്ഷെ പാലട പായസത്തിലൊക്കെ ബട്ടറാണ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നെയ്യ് ചേർക്കണം, ഇവിടെ ബട്ടറിനേക്കാളും ഇവിടെ നെയ്യാണ് നല്ലത് ഈ നമ്മുടെ ശർക്കര പായസത്തിലൊക്കെ. അപ്പോൾ നമുക്കിത് ഒരു 8-10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സായിട്ട് ആ ശർക്കരയുടെ കളർ വേണം ആ നുറുക്ക് ഗോതമ്പിന്, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാവണം. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ട്, ഇപ്പം തന്നെ ഉണ്ടല്ലേ ആ നിറമൊക്കെ മാറി തുടങ്ങി. പിന്നെ ഈ ശർക്കര ഒരു മഞ്ഞ കലർന്ന ഒരു കളറായതുകൊണ്ട് ശർക്കരയ്ക്ക് തനി കറുപ്പല്ലായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് അത്ര കളർ കിട്ടില്ല. എന്നാലും എന്താ ഇത് നുറുക്ക് ഗോതമ്പിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയ മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട്, ആ ഉരുകി ചേർന്ന് തന്നെ മണം. കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം ആ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ആ ചുക്കുപൊടിയും ഒക്കെ കൂടി ചേർത്ത് കഴിയുമ്പോൾ എന്താ ഒരു മണം എന്നറിയോ. ആ പായസം നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ആ ഒരു മണം ഇപ്പോഴാണ് കറക്റ്റ് വരുന്നത്. നമ്മുടെ പായസം അങ്ങനെ കുറുക്കി വന്നിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരില്ലേ കറികളിലൊക്കെ, അതുപോലെ നമ്മുടെ ശർക്കരയൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മണമായിരിക്കും നമ്മൾ ഈ സമയത്ത് ആ ഏലക്കയും അതുപോലെ തന്നെ നമ്മുടെ ചുക്കുപൊടിയൊക്കെ ചേർത്തിരുന്നല്ലോ, ആ സമയമാകുമ്പോൾ നന്നായിട്ട് അതിൻ്റെയൊക്കെ കൂടി ഒരു മണം വരുമ്പോൾ അപ്പോഴേ നമുക്ക് ഒരു പായസം കുടിക്കാൻ ഒരു കൊതി വരുന്നു തുടങ്ങും. അപ്പം നമ്മൾ എത്രത്തോളം ക്ഷമയോടെ ഇതുപോലെ ഇളക്കി കുറുക്കിയെടുക്കണം, അത്രത്തോളം നമ്മുടെ പായസം, അതിപ്പോൾ പാലട ആയാലും ശർക്കര പായസം ആയാലും അത്ര ടേസ്റ്റ് ആവും കേട്ടോ. ഇതിന് പായസത്തിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ഷമയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് പറ്റണ രീതിയിൽ നിങ്ങൾ മാക്സിമം ഇത് ആ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ വറ്റിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2ാം പാല് ചേർക്കാം. അപ്പം ഞാനിവിടെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാട്ടെ. ഇവിടെ ഒരു 2 കപ്പോളം 2ാം പാല് ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി ചേർക്കാം. ഇത് ഇനി ആ 2ാം പാലിൽ കിടന്നിട്ട് ഒരു 8 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ മതി കേട്ടോ. ഇത് ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കും ആ ടേസ്റ്റ് എന്നറിയോ, ഉരുളിയിൽ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ. കണ്ടില്ലേ 2ാം പാലിൽ കിടന്ന ആ 2ാം പാലിൽ ആ നുറുക്ക് ഗോതമ്പൊക്കെ അങ്ങോട്ട് കുറുകി വരണം, ആ ഒരു മണവും വരും കേട്ടോ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ കുറുക്കി കഴിയുമ്പോൾ. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അതിനുശേഷം നമ്മുടെ 1ാം പാല് ചേർക്കാം. അത് ഞാൻ 1 കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. 1 കപ്പ് 1ാം പാല് ചേർത്തു.
ഇനി നമുക്ക് ആ ഒരു ചൂടുണ്ടാവുമല്ലോ നമ്മുടെ പാത്രത്തിന്റെ, ആ ഒരു പാത്രത്തിന്റെ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി ചേർക്കാം. ഇനി നമുക്ക് ഞാനിവിടെ നെയ്യില് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത് വെച്ചിരിക്കുകയാണ്, അതും കൂടി ചേർക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല ചേർക്കണത്, പക്ഷെ ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി, കണ്ടില്ലേ, ഒരു ഭംഗി കൂടിയില്ലേ, അതിന് വേണ്ടിയിട്ട് ചേർക്കണമെന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പായസം നല്ല ടേസ്റ്റാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വേവണം. വെന്ത ശേഷം മാത്രമാണ് ശർക്കര ചേർക്കാവൂ. അങ്ങനെയാണെങ്കിലാണ് ആ പായസത്തിന്റെ രുചി കറക്റ്റായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് വരുമ്പോൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ ചെറുതായിട്ട് ഒന്നിങ്ങനെ നുറുക്ക് ഗോതമ്പാന്ന് തോന്നിയാൽ മതി, പക്ഷെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്തില്ലെങ്കിൽ ഒരു സ്വാദ് ഉണ്ടാവില്ല. അപ്പം അത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പായസം സൂപ്പറാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. ഇനി അത് ഒരു കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അതിൻ്റെ ആ കളറൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഒന്ന് കുറുകി ആ പായസമൊക്കെ അങ്ങോട്ട് കുടിക്കാൻ പാകത്തിന് കറക്റ്റാകും. ഏത് പായസം നമ്മൾ ഉണ്ടാക്കുമ്പോഴും അപ്പം തന്നെ കുടിക്കണേക്കാളും കുറച്ച് നേരം ഇരുന്ന് ആ പാത്രപാകമൊക്കെ ആയി കഴിഞ്ഞിട്ട് കുടിക്കണതാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ്. പിന്നെ ഇതൊക്കെ ശർക്കരയുടെ കളർ അനുസരിച്ച് മാറി മറിഞ്ഞൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ ഈ ശർക്കരയുടെ കളർ അനുസരിച്ച് എനിക്ക് ഇത്രയും കളർ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മറ്റേ നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി കളർ ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് കളർ കൂടിയും കുറച്ചൊക്കെ വരും. പിന്നെ മധുരം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മുടെ പായസം നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ഓ, എന്താ രുചി എന്നറിയോ? നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് ഞാൻ തന്നെ ഗ്യാരണ്ടിയാണ്, അത്രയ്ക്ക് രുചിയാണ്. പായസം കേമാവണമെങ്കിൽ നിറപറയുടെ നുറുക്ക് ഗോതമ്പ് തന്നെ വേണം. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, നൈസ്. അപ്പൊ ഇത് സൂപ്പറാണ് പായസം, എല്ലാവരും ട്രൈ ചെയ്യണം ഈ പായസം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.